നമസ്കാരം. അതിവേഗത്തിൽ വാർത്തകൾ പരിശോധിക്കാം. വാർത്തകൾ ഇതുവരെ. ഷൈൻ ടോം ചാക്കോയുമായി ബന്ധപ്പെട്ട ലഹരി വിവാദങ്ങളിൽ കൊച്ചിയിൽ ഇന്ന് നിർണായക യോഗങ്ങൾ. സൂത്രവാക്യം സിനിമയുടെ ആഭ്യന്തര പരാതി പരിഹാര സമിതി ബിൻസി അലോഷ്യസിന്റെയും ഷൈൻ ടോം ചാക്കോയുടെയും മൊഴിയെടുക്കും. വൈകിട്ട് ചേരുന്ന ഫിലിം ചേംബർ യോഗം ഷൈനിനെതിരായ നടപടി ചർച്ച ചെയ്യും. ലഹരി കേസിൽ ഷൈനിനെ ചോദ്യം ചെയ്യൽ ഉടൻ ഉണ്ടാകില്ലെന്നും വിവരമുണ്ട്. കമ്മീഷണറുടെ നേതൃത്വത്തിൽ യോഗം ചേർന്ന പോലീസ് മൊഴികൾ വിശദമായി പരിശോധിക്കും. മുനമ്പം വിഷയം പരിഹരിക്കാനുള്ള ഇപ്പോഴത്തെ തടസ്സം വഖഫ് ഭേദഗതി നിയമത്തിനെതിരെ പ്രതിപക്ഷം സുപ്രീം കോടതിയിൽ നൽകിയിരിക്കുന്ന കേസാണെന്ന് രാജീവ് ചന്ദ്രശേഖർ. കേന്ദ്രമന്ത്രി കിരൺ റിജിജു മുനമ്പം വിഷയം പരിഹരിക്കാൻ നിയമത്തിലൂടെ കഴിയുമെന്ന് വ്യക്തമാക്കിയിട്ടുള്ളതാണ്. ഇത് മുനമ്പം ജനതയ്ക്ക് വിശ്വാസമാണ്. വിഷയം നീട്ടിക്കൊണ്ടുപോകുന്നതിൽ മറുപടി പറയേണ്ടത് LDFും UDFുമാണെന്നും രാജീവ് ചന്ദ്രശേഖർ ന്യൂസ് 18 സീനിയർ എഡിറ്റർ മഞ്ജുഷ് ഗോപാലുമായുള്ള അഭിമുഖത്തിൽ പറഞ്ഞു. പ്രധാനമന്ത്രി മുനമ്പം സമരസമിതിയുമായി നടത്താനിരുന്ന കൂടിക്കാഴ്ച ഉണ്ടാകില്ല. വഖഫ് ഭേദഗതി നിയമം സുപ്രീം കോടതിയുടെ പരിഗണനയിൽ വന്നതിനാലാണ് പ്രധാനമന്ത്രിയുടെ ഇടപെടൽ വേണ്ടെന്ന് വെച്ചതെന്ന് രാജീവ് ചന്ദ്രശേഖർ. ഈസ്റ്ററിനു ശേഷം ചർച്ച നടത്താനായിരുന്നു തീരുമാനം. മുനമ്പം വഖഫ് കേസിൽ വഖഫ് ട്രൈബ്യൂണലിൽ ഇന്ന് വാദം തുടരും. ഭൂമി ഏറ്റെടുത്ത വഖഫ് ബോർഡ് നടപടിയാകും ഇന്ന് പരിശോധിക്കുക. എന്നാൽ കേസിൽ അന്തിമ വിധി പറയുന്നത് ഹൈക്കോടതി സ്റ്റേ ചെയ്ത സാഹചര്യത്തിൽ വാദം തുടരുന്നത് സംബന്ധിച്ച് ട്രൈബ്യൂണൽ ജഡ്ജി രാജൻ തട്ടിലിന്റെ നിലപാട് നിർണായകമാകും. മെയ് മാസം പകുതിയോടെ സ്ഥലം മാറ്റാനുള്ള ജഡ്ജി വാദം കേൾക്കുന്നത് മാറ്റിവെക്കുമോ തുടരുമോ എന്ന് ഇന്നറിയാം. രണ്ടാം പിണറായി വിജയൻ സർക്കാരിന്റെ 4ാം വാർഷികാഘോഷത്തിന് ഇന്ന് കാസർഗോഡ് ജില്ലയിലെ കാലിക്കടവിൽ തുടക്കമാകും. മുഖ്യമന്ത്രി പിണറായി വിജയൻ ആഘോഷവും പ്രദർശനവും ഉദ്ഘാടനം ചെയ്യും. മന്ത്രിമാർ, ചീഫ് സെക്രട്ടറി, MLA മാർ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ പരിപാടിയിൽ പങ്കെടുക്കും. ഉച്ചയ്ക്ക് പൗരപ്രമുഖരുമായുള്ള കൂടിക്കാഴ്ചയും വൈകിട്ട് കാഞ്ഞങ്ങാട് നഗരത്തിൽ പൊതുസമ്മേളനവും നടക്കും. കാസർഗോഡ് കാലിക്കടവിൽ ഇന്ന് തുടങ്ങുന്ന സർക്കാരിന്റെ വാർഷികാഘോഷ പരിപാടികൾ വൻ ദൂർത്തെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ MP. ആശാവർക്കർമാർക്ക് നൽകാൻ പണമില്ലെന്ന് പറയുന്ന സർക്കാരാണ് വാർഷികാഘോഷത്തിന്റെ പേരിൽ കോടികൾ ചിലവഴിക്കുന്നത്. സർക്കാരും മുഖ്യമന്ത്രിയും കുടുംബവും അഴിമതിയുടെ പ്രതിക്കൂട്ടിൽ നിൽക്കുമ്പോഴും ദൂർത്തിന് യാതൊരു കുറവുമില്ലെന്നും ഉണ്ണിത്താൻ ന്യൂസ് 18നോട്. കോൺഗ്രസ് നേതാക്കളുടെ ഇടിച്ചുകയറ്റത്തെ വിമർശിച്ച് പാർട്ടി മുഖപത്രമായ വീക്ഷണം. കോഴിക്കോട് DCC ഓഫീസിലേത് നിലയ്ക്കും വിലയ്ക്കും ചേരാത്ത പ്രവൃത്തിയെന്നാണ് വിമർശനം. ഇടിച്ചുകയറിയും പിടിച്ചു തള്ളിയും പ്രസ്ഥാനത്തിന്റെ വില കളയരുതെന്നും വീക്ഷണം വിമർശിക്കുന്നു. UDF പ്രവേശനത്തിനുള്ള അൻവറിന്റെ സമ്മർദ്ദത്തിന് പിടികൊടുക്കാതെ കോൺഗ്രസ്. സ്വയം സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കാനാണ് അൻവറിന്റെ നീക്കമെന്ന സൂചന. സ്ഥാനാർത്ഥിത്വത്തിൽ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് തുടരുകയാണ് ആര്യാടൻ ഷൌക്കത്തും VS ജോയും. ഇടതുമുന്നണിയിൽ ആരെ സ്ഥാനാർത്ഥിയാക്കണമെന്നതിൽ അനിശ്ചിതത്വം തുടരുന്നതിനിടെ CPM സെക്രട്ടേറിയറ്റ് അംഗം M സ്വരാജ് ഇന്ന് നിലമ്പൂരിലെത്തും. ജില്ലാ സെക്രട്ടേറിയറ്റ് രൂപീകരണത്തിനായി CPM തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി ഇന്ന് ചേരും. 4 ഒഴിവുകളാണ് സെക്രട്ടേറിയറ്റിലുള്ളത്. യുവാക്കൾക്ക് കൂടുതൽ അവസരം നൽകാൻ മുതിർന്ന ചില അംഗങ്ങളെ സെക്രട്ടേറിയറ്റിൽ നിന്ന് ഒഴിവാക്കാനും സാധ്യതയുണ്ട്. BJP സംസ്ഥാന അധ്യക്ഷൻ പങ്കെടുക്കുന്ന വികസിത കേരളം കൺവെൻഷനുകൾക്കും ജില്ലാ നേതൃയോഗങ്ങൾക്കും ഇന്ന് തുടക്കമാകും. മെയ് 10 വരെ നീണ്ടുനിൽക്കുന്ന പരിപാടിയിൽ കേരളത്തിലെ 30 സംഘടനാ ജില്ലകളിലും സംസ്ഥാന പ്രസിഡന്റ് പ്രവർത്തകരോട് സംസാരിക്കും. സംസ്ഥാന അധ്യക്ഷ പദവിയിൽ എത്തിയ ശേഷം രാജീവ് ചന്ദ്രശേഖർ ആദ്യമായി നടത്തുന്ന സംസ്ഥാനതല യാത്രയാണ് ആരംഭിക്കുന്നത്. ഗുജറാത്തിലെ അഹമ്മദാബാദിൽ ഈസ്റ്റർ ശുശ്രൂഷകൾ തടസ്സപ്പെടുത്തി ബജ്രംഗ് ദൾ VHP പ്രവർത്തകർ. റെസിഡൻഷ്യൽ സൊസൈറ്റി സംഘടിപ്പിച്ച പ്രാർത്ഥനാ ചടങ്ങിലേക്ക് കുറുവടിയുമായി അതിക്രമിച്ചു കയറിയ പ്രവർത്തകർ ഹർ ഹർ മഹാദേവ് ജയ് ശ്രീറാം മുദ്രാവാക്യം മുഴക്കുകയും പ്രാർത്ഥന ആൾ വിട്ടുപോകാൻ നിർദ്ദേശിക്കുകയും ചെയ്തു. മതപരിവർത്തനം ആരോപിച്ചായിരുന്നു ബജ്രംഗ് ദൾ VHP പ്രവർത്തകരുടെ അതിക്രമം. ശാരീരികമായ ആക്രമണങ്ങളോ മറ്റ് അനിഷ്ട സംഭവങ്ങളോ ഉണ്ടായിട്ടില്ലെന്നാണ് അഹമ്മദാബാദ് സിറ്റി പോലീസിന്റെ വിശദീകരണം.
കേരളത്തിലെ ക്രൈസ്തവർക്ക് BJP വിശ്വാസമാണെന്ന് രാജീവ് ചന്ദ്രശേഖർ. ഇത് തകർക്കാനാണ് വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെ ചില അക്രമങ്ങൾ കാട്ടി സംസ്ഥാനത്തെ BJPയെ ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്ന് അകറ്റാൻ നോക്കുന്നത്. വൈദികർക്കെതിരായ അക്രമങ്ങളോട് ശക്തമായ നിലപാടെടുത്ത കാര്യം സഭകൾക്ക് ബോധ്യപ്പെട്ടെന്നും രാജീവ് ചന്ദ്രശേഖർ. എറണാകുളം കോതമംഗലം അടിവാട് ഫുട്ബോൾ മത്സരത്തിനിടെ താൽക്കാലിക ഗാലറി തകർന്നു വീണ 50 പേർക്ക് പരിക്കുപറ്റി. മഴയിൽ ഗാലറിയുടെ കാലുകൾ മണ്ണിൽ പുതഞ്ഞതിനെ തുടർന്നാണ് അപകടം സംഭവിച്ചത്. 3000-ലധികം പേരാണ് മത്സരം കാണാനെത്തിയിരുന്നത്. ആരുടെയും നില ഗുരുതരമല്ല. തിരുവനന്തപുരം അമ്പലമുക്ക് വിനീത കൊലക്കേസിൽ ശിക്ഷാവിധി ഇന്ന് പ്രഖ്യാപിക്കും. തമിഴ്നാട് കന്യാകുമാരി ജില്ലയിലെ തോവാള സ്വദേശി രാജേന്ദ്രനാണ് കേസിലെ ഏക പ്രതി. കഴിഞ്ഞ 10-ാം തീയതി പ്രതി കുറ്റക്കാരനെന്ന് തിരുവനന്തപുരം അഡീഷണൽ സെഷൻസ് ജഡ്ജി വിധിച്ചിരുന്നു. കോഴിക്കോട് കൊയിലാണ്ടി മേലൂർ കൊണ്ടംവള്ളി ക്ഷേത്ര ഉത്സവത്തിനിടയിൽ കഥിന പൊട്ടിക്കുന്നതിനിടെ പരിക്കേറ്റയാൾ മരിച്ചു. കൊണ്ടംവള്ളി മീത്തൽ ഗംഗാധരൻ നായരാണ് മരിച്ചത്. ഏപ്രിൽ 15-നായിരുന്നു അപകടമുണ്ടായത്. തിരുവനന്തപുരം മണക്കാട് ഇസ്താംബുൾ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ച് ഭക്ഷ്യവിഷബാധയേറ്റവർക്ക് ശാരീരിക അസ്വസ്ഥതകൾ തുടരുന്നു. ഹോട്ടലിനെതിരെ മുൻപും പരാതി ഉയർന്നിട്ടുണ്ട്. ഭക്ഷ്യവിഷബാധയേറ്റവരോട് നിയമ നടപടിയുമായി മുന്നോട്ട് പോകരുതെന്ന് ഹോട്ടൽ ഉടമ ആവശ്യപ്പെട്ടെന്നും ആരോപണമുണ്ട്. മാസപ്പടി കേസിൽ SFIO തുടർ നടപടികൾ തടയണമെന്ന CMRL ഹർജി ഡൽഹി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. SFIO അന്വേഷണം ചോദ്യം ചെയ്തുള്ള പ്രധാന ഹർജിയിലും കോടതി ഇന്ന് വാദം കേൾക്കും. ജസ്റ്റിസ് സുബ്രഹ്മണ്യം പ്രസാദ് അധ്യക്ഷനായ ബെഞ്ചാണ് വീണ്ടും ഹർജി പരിഗണിക്കുന്നത്. SFIO കുറ്റപത്രം സമർപ്പിച്ച സാഹചര്യത്തിൽ ഹർജി നിലനിൽക്കില്ലെന്ന് ജസ്റ്റിസ് ഗിരീഷ് കപ്താലിയ വ്യക്തമാക്കിയിരുന്നു. കർണാടക മുൻ DGP ഓം പ്രകാശ് ബംഗളൂരുവിലെ വീട്ടിൽ കുത്തേറ്റു മരിച്ചത് സാമ്പത്തിക പ്രശ്നങ്ങളെ ചൊല്ലിയുള്ള കുടുംബ വഴക്കിനെ തുടർന്നെന്ന സൂചന. കൊന്നത് ഭാര്യ പല്ലവി തന്നെയെന്ന് ഉറപ്പിച്ച പോലീസ് അവരെ ചോദ്യം ചെയ്യുകയാണ്. ഓം പ്രകാശിന്റെ ഭാര്യ കുടുംബ സുഹൃത്തായ IPS ഉദ്യോഗസ്ഥന്റെ ഭാര്യയെ വീഡിയോ കോളിൽ വിളിച്ചാണ് താൻ ഓം പ്രകാശിനെ കൊലപ്പെടുത്തിയതായി വെളിപ്പെടുത്തിയത്. ഇന്നലെ വൈകുന്നേരം 5 മണിയോടെയായിരുന്നു സംഭവം. 4 ദിവസത്തെ സന്ദർശനത്തിന് അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസ് ഇന്ന് ഇന്ത്യയിലെത്തും. പകരത്തീരുവയിൽ ചർച്ചകൾ പുരോഗമിക്കുമ്പോഴാണ് JD വാൻസിന്റെ ഇന്ത്യൻ സന്ദർശനം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി JD വാൻസിന് അത്താഴ വിരുന്നൊരുക്കും. സാമ്പത്തിക സഹകരണം, പ്രതിരോധ പങ്കാളിത്തം, പ്രാദേശിക സുരക്ഷ എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള തന്ത്രപരമായ ബന്ധം ശക്തിപ്പെടുത്തുകയാണ് സന്ദർശനത്തിന്റെ ലക്ഷ്യം. വാർത്തകൾ ഇതുവരെ പൂർണ്ണമാകുന്നു.